ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് നമ്മളെ നോട്ടിഫിക്കേഷൻസ് അല്ലേ സാറേ? CSEB-യുടെ 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ അതെ വന്നിരിക്കുകയാണ്. അതെ. അപ്പൊ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനും കൂടാതെ കുറച്ച് അനദർ ഇൻഫർമേഷൻസ് പിന്നെ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താ സാറേ? എപ്പോഴാണ്? ജനുവരി 22. ജനുവരി 22 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതെ, ജനുവരി 22 ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കാതെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. ഇനി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കാണാം. അതെ, നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻ എത്ര സാറേ? 6 നോട്ടിഫിക്കേഷൻ ആണ്. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 നോട്ടിഫിക്കേഷൻ. അതേപോലെ അതിന്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട് സാറേ. കഴിഞ്ഞ തവണ നമുക്കൊരു 8 ക്ലർക്കിന് മാത്രം നമുക്ക് 8 നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. ക്ലർക്കിന് 8 നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 8 എക്സാം, ക്ലർക്കിന് മാത്രം 8 എക്സാം. ഈ തവണ നമുക്ക് നോക്കി കഴിഞ്ഞാല് 6 നോട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. അതിന്റെ അകത്ത് തന്നെ പ്രധാന നോട്ടിഫിക്കേഷൻസ് 4 ശരി. അതായത് നമ്മളെ സംബന്ധിച്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ക്ലർക്കിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്ക്, സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്ക്, അതുപോലെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 2 to 7 ബാങ്ക്, അങ്ങനെ ക്ലർക്കിന്റെ എക്സാം വരുന്നു. അത് കൂടാതെ നമുക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ മഞ്ചേരി ബാങ്ക്, അതുപോലെ തന്നെ പൊന്നാനി, ഈ 2 ബാങ്കിലേക്കും ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏറെക്കുറെ 12-13 വേക്കൻസികളായിട്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രത്യേകത, ഇതിന് രണ്ടിനും മലപ്പുറം ജില്ലയിൽ മാത്രമാണ് എക്സാം സെന്റർ ഉള്ളത്. അപ്പൊ ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ പരീക്ഷകൾക്കും കേരളത്തിൽ എല്ലാ ജില്ലകളിലും തന്നെ സെന്ററുകൾ ഉണ്ടാവും. അപ്പൊ സാർ ഇവിടെ നമ്മളൊരു സെഞ്ചുറിയുടെ ഒരു സിഗ്നൽ നമ്മൾ കാണുന്നത് അല്ലേ? 107. അതേപോലെ ഒരു 9. എന്താണ് സാറേ ഇപ്പൊ സെഞ്ചുറി അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അല്ലെ ക്ലർക്ക് ആയിട്ട് സെഞ്ചുറി? എന്താ സാറേ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷനിൽ നിന്ന് 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാഹചര്യം നമ്മൾ CSEB-യിൽ അല്ലെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025. ഇപ്പൊ നിലവിൽ 2025 വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു ഡേറ്റില് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള 40 വയസ്സ് പൂർത്തീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വരെ നിൽക്കണം. അപ്പം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ, അതായത് ഇനി അടുത്ത വർഷം 2026 തുടങ്ങിയാണ്. 1/1/2026 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പേര് ഏജ് ഓവർ ആയി പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഏജ് ഓവർ ആകാനുള്ള ആളുകൾക്ക്, ഏജ് ഓവർ ആയിട്ട് അടുത്ത എക്സാം എഴുതാൻ പറ്റാതെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ചാൻസ് ആണ്. അങ്ങനെ അതായത് ഇപ്പം ഏജ് ഓവർ ആകാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതെ, ഡു ഓർ ഡൈ ആണ് നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ. ഇനി ചത്ത് കിടന്നങ്ങ് പഠിച്ചേക്കുക. അതെ, കാരണം നമുക്ക് എത്തിപ്പെടേണ്ടത് വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് എത്തിപ്പെടേണ്ടത്. സാറേ നമുക്ക് ഒരു നോട്ടിഫിക്കേഷന്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോകാൻ സാറേ, പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ കുറച്ചുകൂടി ഇവരോട് പറയാനുണ്ട്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് അത്ര സീരിയസ്നെസ്സോട് കൂടി പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി വേറെ അവസരങ്ങളിൽ, ഇപ്പം ഏജ് ഓവർ ആവുന്നതിനെ സംബന്ധിച്ച് വേറെ അവസരങ്ങൾ മുൻപിലില്ല. അപ്പം എന്ത് ചെയ്യണം? കഠിനമായി പഠിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കുറെ എക്സാമുകൾ ഫെയിലായി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? മുൻപോട്ട് തന്നെ പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ തവണത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞു എത്ര വേക്കൻസീസ് സാറേയുള്ള 109. ഈ 107 നിങ്ങളും ഉൾപ്പെടണം. 107 നിങ്ങൾ ഉൾപ്പെടണം എന്നുള്ള ഉറച്ച വാശിയിൽ, ഉറച്ച ബോധ്യത്തിൽ നിങ്ങൾ ഇനിയുള്ള എക്സാം ദിവസങ്ങളെ കണക്കാക്കുക, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. എനിക്ക് സാറേ ഒരു മാരത്തോൺ എക്സാം ഡേറ്റ് ഉണ്ടാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഏജ് ഓവർ ആകാൻ പോകുന്ന ആളുകൾ ഈ തവണ വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യുക. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. അത് ഏത് എക്സാമിലാണ് നമുക്ക് തിളങ്ങാൻ പറ്റുക എന്നൊക്കെ പറയാൻ പറ്റില്ല. ഏത് ബാങ്കിലാണ് നമ്മുടെ അവസരം ഇരിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഏജ് ഓവർ ആകാൻ പോകുന്നവർ നിർബന്ധമായും എല്ലാ കാറ്റഗറിയിലും അപ്ലൈ ചെയ്തിട്ട് അതിനുവേണ്ടി കൃത്യമായി പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിർബന്ധമായും എന്ത് ചെയ്യണം?
പഠിക്കണം. നിങ്ങൾക്കുള്ള കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെ സാറേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 107 ഒരു കസേര നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെ, ഒരു കസേര നിങ്ങൾക്ക് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കസേരക്കുള്ള ആള് നിങ്ങളാണ് അല്ലെ? ആ കസേരയിലേക്ക് നിങ്ങളെ ആരും നിങ്ങളെ എന്ത് ചെയ്യില്ല, പിടിച്ചുകൊണ്ട് ഇരുത്തൊന്നുമില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് എല്ലാ എതിരാളികളോടും പൊരുതി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കസേരയിലോട്ട് വന്നിരിക്കണം. ജീവൻ മരണ പോരാട്ടമാണ്. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരമുണ്ട്. ഇനി നമുക്ക് എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം സമയം കിട്ടും. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്തുണ്ട്, CSEB എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠനം നിർത്തരുത്. നിങ്ങൾക്ക് മുൻപിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, അടുത്ത പരീക്ഷ വൈകാതെ എത്തും. എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? നമ്മള് സത്യം പറഞ്ഞൊരു കാര്യം ചോദിക്കട്ടെ സാറേ, CSEB എക്സാം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മാരത്തൺ ഓട്ടമാണ്. അല്ല സാറേ, എനിക്ക് തോന്നുന്നത് അറിയോ, ഇപ്പൊ മഹാത്മാക്കൾ പറയാറുണ്ട്, എന്താ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാത്മാക്കൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ദി യങ് മാൻ ഗ്രാജുവേറ്റഡ് യെസ്റ്റർഡേ സ്റ്റോപ്പ് ലേണിംഗ് ടുഡേ വിൽ ബി ലിറ്ററേറ്റ് ടുമോറോ. സാർ അത് പതുക്കെ പറഞ്ഞ എല്ലാം കാര്യം. ദി യങ് മാൻ ഗ്രാജുവേറ്റഡ് യെസ്റ്റർഡേ സ്റ്റോപ്പ് ലേണിംഗ് ടുഡേ വിൽ ബി ഇല്ലിറ്ററേറ്റ് ടുമോറോ എന്ന്. അതെ അതെ, അത് ഞാൻ പറഞ്ഞല്ല, വേറെ ആരോ മഹാത്മാക്കൾ പറഞ്ഞാണ്. കാരണം വെച്ചാൽ നമ്മൾ ജനിച്ചാൽ മരണം വരെ നമ്മൾ പഠിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ജോലി കിട്ടുന്നത്, അതായത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയം, ജോലിക്ക് കയറുന്ന അന്ന് വരെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ജോലി കിട്ടി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, അപ്ഡേഷൻസ് വേണം. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, CSEB എക്സാം ഒരു മാരത്തൺ ഓട്ടം പോലെയാണ്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു മാരത്തൺ ഓട്ടം എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്താണ്, ഇത്ര കിലോമീറ്റർ വരെ ഓടണം അല്ലെ? ഇത്ര കിലോമീറ്റർ വരെ ഓടണം. ആ കിലോമീറ്റർ ആണ് നമ്മൾ എന്ത് ലക്ഷ്യസ്ഥാനം. 2025 നിന്നും 2026 ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. അതെ. അപ്പം ഈ ഒരു യാത്ര ഇപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു പാസ്റ്റിലെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു യാത്രയിൽ നമുക്ക് എത്ര എക്സാമുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വിരലിൽ എണ്ണാൻ പറ്റാത്തത്ര എക്സാമുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് കുറച്ച് മനുഷ്യനാണ്, ഓർമ്മ കുറവുള്ളതുകൊണ്ട് നമുക്ക് ഒക്ടോബർ മാസം, ഒക്ടോബർ 2, 12, നവംബർ 12, നവംബർ 23 അങ്ങനെ കുറെ എക്സാമുകൾ ഉണ്ടായിരുന്നു. അതായത് ആ ത്രൂ ഔട്ട് ഇയർ എന്തുണ്ടായിരുന്നു, ഒരുപാട് പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ യാത്രയുടെ കാര്യം കഴിഞ്ഞ് ഇനി 2026 പുതിയ ഒരു മാരത്തൺ ഓട്ടം 2027 യാത്ര ആരംഭിക്കുകയാണ്. ഇതിൽ കുറച്ചു പേര് എന്ത് ചെയ്യും, ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് അവർ അവരുടെ ഓട്ടം നിർത്തും. എങ്ങനെയാണ് അവർ ഓട്ടം നിർത്തുന്നത്? ജോലി കിട്ടിയിട്ടാണ് അവർ ആ ഓട്ടം നിർത്തേണ്ടത്. അല്ലാണ്ട് ഒരു എക്സാമിന് കട്ട് ഓഫ് മറികടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓട്ടം നിർത്തരുത്. നിങ്ങൾ അവിടെ പ്ലേസ്ഡ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഓട്ടം നിർത്താൻ പാടുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിക്കൊണ്ടേ ഇരിക്കുക. ഇതിനകത്ത് ഇനി ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പരീക്ഷകൾ വരും, അവിടെ ഒരുപാട് വേക്കൻസികൾ വരും. അവിടെ എന്ത് ചെയ്യണം, അവര് നിർബന്ധമായും പ്ലേസ്ഡ് ആവണം. അപ്പം ഇനി അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ 9 ഒഴിവ്, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, അങ്ങനെയുള്ള 9 വേക്കൻസികളാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പം ഒരു ചാകര എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്നാലും അത്യാവശ്യം വേക്കൻസികളുണ്ട്. മുൻപ് നമുക്ക് 200ഓളം വേക്കൻസികളൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന കാലം ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസികളാണ് ഇപ്പൊ സഹകരണ മേഖലയിലുള്ളത്. ഇനി 2026 പോകുമ്പോൾ നമ്മുടെ മുൻപിൽ ഇപ്പൊ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ സാറേ? അതുകൂടാതെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി 2026 നമ്മൾ വീണ്ടും കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യും, അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, സാറ് തന്നെ പറഞ്ഞിരുന്നു 22-ാം തീയതിയാണ്. 22 ജനുവരി. എപ്പോഴും അതിന് മുൻപ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ അതിന്റെ ഒരു വേറെ കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഏജിന്റെ കാര്യം പറഞ്ഞപ്പോൾ SC ST കാറ്റഗറി, PH, OBC, വിഡോ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ PH കാറ്റഗറിക്കും SC ST കാറ്റഗറിക്കും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് അല്ല, സെപ്പറേറ്റ് വേക്കൻസികൾ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു PH കാറ്റഗറിയിലുള്ളവർ, അതായത് ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിസബിലിറ്റി അല്ല, നിങ്ങൾ ഡിഫറently ഏബിൾഡ് ആണ്. അവർ ഡിസേബിൾഡ് അല്ല, ഡിഫറently ഏബിൾഡ് ആണ്. അവർക്കും എന്ത് ചെയ്യാം, വീടിന്റെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ഒരു ജോലി മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യണം, ആ PH കാറ്റഗറിയിൽ സാർ അതിന് എന്തെങ്കിലും, അതായത് അത് ഞാൻ പറയാം സാറേ. അപ്പൊ അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യണം, ഈ PH കാറ്റഗറിയിൽ വന്നിരിക്കുന്ന വേക്കൻസി വന്നിരിക്കുന്ന ബാങ്കുകളിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ SC ST കാറ്റഗറിയിലുള്ളവർ അവരെന്ത് ചെയ്യണം, അതിന് വന്നിരിക്കുന്ന
ബാങ്കുകളിൽ കൂടി ജനറലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ഒരു ആരും തരുന്ന ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി ആ ഒരു കാറ്റഗറിയിൽ കൂടി അപ്ലൈ ചെയ്തേക്കുക. അപ്പം ഇനി ഇതിനെന്ത് വേണം എന്നുള്ളതാണ് അല്ലെ TSC കാറ്റഗറി. അവർക്ക് ഔദ്യോഗികമായിട്ട് അവരുടെ ഡിസേബിലിറ്റി അല്ലെങ്കിൽ അവരുടെ എന്താണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും ഗവൺമെന്റ്. ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, CACB സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പം നമ്മൾ ഒരു ഇൻഡെപ്തിലോട്ട് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് 9 ഒഴിവുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഓരോ കാറ്റഗറി എടുത്ത് പറയാം. അപ്പൊ ഏറ്റവും ആദ്യം 36/2025 സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്ക് 19 ഒഴിവുകളാണുള്ളത്. 19 ഒഴിവുകളാണ് നമുക്ക് ഉള്ളത് അല്ലെ. ഇനി 37/2025 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്ക് 45 ഒഴിവ്. കാറ്റഗറി നമ്പർ 38/2025 18 ഒഴിവുകൾ. ഇപ്പൊ ഞാൻ ക്ലർക്കിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിളുടെ മാത്രം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇത് കൂടാതെ മഞ്ചേരിയിൽ എത്ര വേക്കൻസി, മഞ്ചേരിയിൽ 12 ആണെന്ന് തോന്നുന്നു. അതുപോലെ പൊന്നാനിയിൽ ഒരു 10 വേക്കൻസി, 12-10 വേക്കൻസിയും കൂടി എന്തുണ്ട് ക്ലർക്കിന് തന്നെ ഉണ്ട്. കൂടാതെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 4 ഒഴിവ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 3 ഒഴിവ്, ടൈപ്പിസ്റ്റ് 1 ഒഴിവ്. ഇങ്ങനെ എന്നാൽ അത്യാവശ്യം PSC പോലെ തന്നെ PSC പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഇതാണ് നമ്മുടെ CSEB എന്ന് പറയുന്നത്, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് എന്ന് പറയുന്നത്. പ്രായപരിധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ ഇനി നമുക്കിനി പറയാനുള്ള കാര്യം 2026, നമുക്കിപ്പോ 2025 എൻഡ് ചെയ്ത് 2026 നമ്മൾ കടക്കുമ്പോൾ ഇനി നമുക്ക് മുൻപിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു മാരത്തൺ ഓട്ടം പോലെ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വരുവാനുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് അവർക്ക് സാറ് പറഞ്ഞു അവർക്കൊരു ചെയർ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ചെയറിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ അതിനെ കൈ പിടിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ട്, CC ബാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് എക്സാം ബാച്ച് വരും, എക്സാമിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ. ബിഗിനേഴ്സ് ബാച്ചിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ സാറേ? ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, സാറിന് തന്നെ പറയാൻ അവസരം ഞാൻ തരാം. അപ്പൊ നമ്മളിപ്പം എക്സാം ബാച്ചുകളൊക്കെ ആണെങ്കിൽ എക്സാം വരുമ്പോൾ നമ്മൾ എക്സാമിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. ഇംഗ്ലീഷ്, മാത്സ്, GK. പൊതുവെ സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഇംഗ്ലീഷ്, മാത്സ്, GK എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് സ്പെഷ്യൽ വർക്കൗട്ടുകളും സ്പെഷ്യൽ സ്റ്റഡി നോട്ടുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം അതുകൂടാതെ നമ്മുടെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം കൂടി ഇവർക്ക് ഉണ്ടാവും. ഇപ്പം നമുക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 3 മെന്റർഷിപ്പ് ക്ലാസ് തന്നെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുവാനായിട്ടും പുതിയ CACB വരുന്ന പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ നമ്മുടെ പഠന രീതി മാറ്റണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് മെന്റർഷിപ്പ് ക്ലാസ്സുകളിൽ കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മാറി വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, മാറി വരുന്ന ക്വസ്റ്റ്യൻസിന്റെ നിലവാരം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന എക്സാമുകൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മെന്റർഷിപ്പ് ക്ലാസ് വരുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞിരുന്നു സാറിന് ഇതിനെ കുറിച്ച് പറയാൻ അവസരം തരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സാർ തന്നെ എന്ത് ചെയ്യാ, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മള് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞ പോലെ എന്താണ് നമ്മളെ സാധാരണ നമ്മൾ വീണ്ടും പറയുന്നതാണ്. റെക്കോർഡ് ക്ലാസ് ആയിട്ടും ലൈവ് സെഷൻസ് ആയിട്ടും മെന്റർഷിപ്പ് ആയിട്ടും മോഡൽ എക്സാമുകളായിട്ടും PDF നോട്ടുകളായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച് ഉള്ളത്. അപ്പൊ ഈ ബിഗിനേഴ്സ് ബാച്ച് കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെയർ അല്ലെ, അതായത് എവിടെയോ കേരളത്തിലെ ഏതോ ഒരു ബാങ്കിൽ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ചെയറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ അത് ഞങ്ങളിലൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളെ അതിലേക്ക് എത്താനും വേണ്ടി ഒരു ഇത്തിരിയെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് അല്ലെ, അവരെ ആ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിച്ചതിന്റെ കൃതാർത്ഥത എന്നും ഞങ്ങൾക്ക് നിങ്ങളോടുണ്ടാവും. കൂടാതെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കിടാൻ പറ്റിയത് ഞങ്ങളുടെ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് 6 മാസത്തെ കാലാവധിയോട് കൂടിയുള്ള നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സാറേ? ഓക്കെ, ഇപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം സാറേ? ഒന്നുമില്ല, താഴെ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം കൊടുക്കാം. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മളെ ബോർഡ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമ്മളെ ബോർഡ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെ. അതുപോലെ വേറെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവർക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഇനി ഏത് ഭാഗങ്ങൾ പഠിക്കണം, വരുന്ന എക്സാമുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് സഹകരണ മേഖലയിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പൊ ഈ ഒരു ഡൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം കമന്റ് ബോക്സിൽ. ആ ഒരു ഗൂഗിൾ ഫോം വഴി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കമന്റ് ഇടുക. അപ്പൊ അതിന് മറുപടിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, താഴെ കൊടുക്കാം. കമന്റ് ബോക്സിൽ ഫ്രീ ഗ്രൂപ്പിന്റെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക്, നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.